തീത്തോസിന്റെ ലേഖനവും തീമത്തിയോസിന്റെ 1-2 ലേഖനം സഭാശാസ്ത്രപരമായ ലേഖനമാണ്. സഭയുടെ നടപടിക്രമങ്ങൾ, സഭ എങ്ങനെ ആയിരിക്കണം, ശുശ്രൂഷകർ എങ്ങനെ ആയിരിക്കണം, സഭയിൽ വരുന്നവ എങ്ങനെ ആയിരിക്കണം. ബോധിച്ച പോലെ ഒന്നും നടക്കാനൊക്കത്തില്ല. വല്ലപ്പോഴും നീ സഭയിൽ വന്ന് കല്യാണം അടുക്കുമ്പോൾ ഒരു 3 ആഴ്ച അടുപ്പിച്ച് വന്ന്, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ചിലർ ഉപദേശമാരെന്തെങ്കിലും സ്വോത്രകാഴ്ച കഴിഞ്ഞ് പൊക്കോളാൻ അങ്ങ് പറയുക. കാരണം അവർക്കുള്ളതായി സ്വോത്രകാഴ്ച ഇങ്ങനെ എതിലെ വേണേലും അടുത്ത ആഴ്ചയും സ്വോത്രകാഴ്ച ഇടാൻ. സഭയ്ക്ക് നടപടിയുണ്ട്. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക വരുവാൻ ആശിക്കുന്നു, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. നിനക്ക് ബോധിച്ച പോലെ ഒന്നും നടക്കാൻ ഒക്കത്തില്ല. നീ നേരത്തെ ബോധിച്ച പോലെ നടന്നു, സഭയിൽ വന്നാൽ അതിന്റെ ക്രമത്തിൽ നടക്കണം. സ്തോത്രം. അത് എന്റെ വിഷയമല്ലല്ലോ ഇപ്പൊ ഭാഗത്തേക്ക് പോകുന്നത്. അപ്പൊ അതാണ് സഭാശാസ്ത്രപരമായ ലേഖനം. ഒടുവിൽ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം, അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. 2 ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ ആസന്ന ഭാവിയിൽ വരും കാലങ്ങളിൽ എന്തൊക്കെയായി ഭൂമിയിൽ സംഭവിക്കുന്നത്, ഇനി എന്തൊക്കെ നടക്കും, അതെല്ലാം അന്ത്യകാല ശാസ്ത്രപരമാണ്. അതിലെ 2 ലേഖനം അന്ത്യകാല ശാസ്ത്രപരം. തെസ്സലോനിക്കരുടെ 1-2 ലേഖനം. ഈ 2 ലേഖനത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷത. അതിൽ ഒരാള് യേശു ക്രിസ്തു, രണ്ടാമത്തെ ആള് എതിർ ക്രിസ്തു. ഒരു വിഡ്ഢി ഈ ദിവസങ്ങളിൽ എങ്ങാണ്ട് പറഞ്ഞു എതിർ ക്രിസ്തു എന്നൊരു പേര് ഇല്ലെന്ന്. അവന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാമത്തെ ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിനൊരു വാക്യം വായിച്ച് മോളോ ശുഭപാസ്റ്റോ ആരിലും ചടയെന്ന് വായിക്കണം. 2-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ 2-ാം ലേഖനത്തിൽ ഈ എതിർ ക്രിസ്തുവിന്റെ വിഷയങ്ങൾക്ക് പല പേരുകളുണ്ട്. നാശയോഗ്യൻ, അധർമ്മം, അധർമ്മത്തിന്റെ മൂർത്തി, അധർമ്മത്തിന്റെ മർമ്മം, ഇങ്ങനെയുള്ള പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പൊ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഓർപ്പിച്ചല്ലോ, 1-ാം ലേഖനം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നമുക്കറിയാം 1-ാം ലേഖനത്തിൽ 5 അധ്യായങ്ങളാണ്. 5 അധ്യായത്തിലും പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് തെളിയിച്ചു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന്. വായിച്ചേ മോളെ, ക്രമത്തിൽ വായിക്കണം. 1-ാം അധ്യായത്തിന്റെ 9, 10 വാക്യവും, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യവും, 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യവും ക്രമത്തിൽ ഉറക്കെ സ്ഫുടമായിട്ട് മോളം കൊണ്ട് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള ദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടന്ന് ഉയർപ്പിച്ച് തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുള്ളവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷപ്പെടാൻ പോവാന്ന്. ഒരു താല്പര്യവും ഇല്ല. പ്രത്യക്ഷപ്പെടുവോ പെടാതിരിക്കുവോ? ശിവപാസ് പറഞ്ഞ പോലെ പണ്ടൊരു അമ്മ പറഞ്ഞെന്ന്, കർത്താവേ എന്റെ ഹൃദയം തുറന്നു കിടക്കുക, നീ കയറുവോ ഇറങ്ങുവോ? ഏതല്ലേ നമ്മുടെ 4 വീട്ടിലെ തള്ളയാണ്. ഏതോ അമ്മ അങ്ങ് പറഞ്ഞ, യേശുവേ എൻ്റെ ഹൃദയം തുറന്നു കിടക്കുക, നീ കയറുക ഇറങ്ങുക, എപ്പോൾ വേണേലും അമ്മ അങ്ങ് തുറന്നിട്ടിരിക്കുക. അപ്പോൾ 1-ാം അധ്യായത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴിയൊരുക്കും നിസങ്ങൾ, ഭൂമിൽ വഴിയൊരുക്കും നിസങ്ങൾ. എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ മുഖം കാണും, എന്നുള്ളത്തിൽ ആശ മുഖം കാണും.
മതികെട്ട മനുജർ പണിയുന്നയകറ്റാൻ, മതികെട്ട മനുജർ പണിയുന്നയകറ്റാൻ, മതത്തെ ഈ ഭൂവിൽ നിന്നും സത്യ മതത്തെ ഈ ഭൂവിൽ നിന്നും ഒരല്പം തിരുത്ത, സത്യ മാർഗത്തെ ഭൂവിൽ നിന്നും, അതാ കുറച്ചുകൂടെ നല്ലത്. മതികെട്ട മനുജർ പണിയുന്നയകറ്റാൻ, മതികെട്ട മനുജർ പണിയുന്നയകറ്റാൻ, മാർഗത്തെ ഭൂവിൽ നിന്നും സത്യ മാർഗത്തെ ഭൂവിൽ നിന്നും. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പോൾ 5 അധ്യായവും തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലുണ്ട്. 5 അധ്യായത്തിലും ക്രിസ്തു വെളിപ്പെടുമെന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. അതാണ് ആദ്യ വാക്യം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു മേളിൽ നിന്ന് വരുമെന്നിനി. അങ്ങനല്ലേ മോളെ? ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന്. എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാൻ അവൻ മരിച്ചവിടെ എന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത്, സ്വർഗത്തിൽ നിന്ന് വരുന്നത് വരും. സ്തോത്രം. അങ്ങനെ വരുന്നത് സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞ യേശു പ്രത്യക്ഷപ്പെടും. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം 2:19. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. 1-ാം അധ്യായത്തിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. 2-ാം അധ്യായത്തിന്റെ 19 പറഞ്ഞു യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇനി 3-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന വരുന്ന പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ ഓടിച്ചു വായിക്കാവോ മോളെ? സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന്, നിദ്ര കൊണ്ടവരെ കുറിച്ച് അറിവില്ലാതിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്നു നാം വിശ്വസിക്കുന്നു. അടുത്തത്, എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും. സമാധാനത്തിന്റെ ദൈവം. അയ്യോ, ഈ ദൈവത്തിന്റെ വിശേഷത സമാധാനം അല്ല, കലക്കുന്ന ദൈവമല്ല. അവന്റെ പടലി എടുത്തോണ്ട് പാടാ, ഞാൻ നിന്നിൽ സംപ്രീതനായി. മറ്റൊരുത്തന്റെ പടലി എടുക്കുന്നതാണോ? അവന്റെ കുടുംബം കുളം തോണ്ടണം. ദൈവത്തിന് ഇഷ്ടമില്ല, അവന് നന്നാകണം. ശത്രു സംഹാരം അതല്ല ദൈവം. ശത്രുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? വർഗീയ വിദ്വേഷം കുത്തിവെക്കുകയല്ല ദൈവം. വർഗീയത ഇല്ലാതാക്കണം. മനുഷ്യനെ മനുഷ്യനായി കാണണം. സഹജീവികളോട് സഹാനുഭൂതി ഉണ്ടായിരിക്കണം. ഞാൻ മിക്കയിടത്തും പറയാറുണ്ട്, വറവിന്റെ സമയമായി. ഇപ്പം പിന്നെ മഴയൊക്കെ ശരിയായി. നിന്റെ കിണറ്റിൽ ഞാൻ പഴയ രീതിയിലാണ് ഭാഷ കേട്ടോ, നിങ്ങൾ ചിലപ്പം തെറ്റിദ്ധരിക്കുമെന്ന് ചെയ്ത്. പഴയ ആൾക്കാർ ചിലപ്പം അച്ഛനൊക്കെ ഞാൻ പറയുന്നത്, വീട്ടിൽ മോളെ നീ അവിടെ എടുക്കുവാന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, നിന്റെ വീട്ടിലെ കിണറ്റിനകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്, 5 അരിഞ്ഞാണം വെള്ളം. അപ്പുറത്തുകാരൻ്റെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. നീ മോട്ടോർ വെച്ച് അടിച്ച് മേളിൽ കയറ്റി നീയും വെമ്പളയും അടിച്ച് മിന്നുക. എരിഹോ മതിൽ പോലെ മതിലും പണിത് വലിയ ഗേറ്റ് വിട്ട് ആമത്താടിട്ട് പൂട്ടി വാല് മുറിച്ച 3 പട്ടി, അതിലൊന്ന് അൽസേഷനും. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പട്ടിയുടെ പേരൊന്നും എനിക്കറിയാൻ പറ്റില്ല. വലിയ വലിയ കൂടിയ പട്ടിയാണ്, എന്തോ വലിയ നെടുപ്പമുള്ള പട്ടിയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ അകവാള് വെട്ടിപ്പോ ജർമ്മൻ ഷെപ്പേർഡ്. അതാ നിന്റെ കിണറ്റിൽ 5 അരിഞ്ഞാണം വെള്ളമുണ്ട്, അപ്പുറത്ത് അവന് വെള്ളമില്ല, കിണറ്റിൽ കുടിവെള്ളമില്ല. നീ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ അവനെ വിളിച്ചേച്ച് പറയണം, തങ്കച്ച രാവിലെ ഒരു 5 കുടം വെള്ളം കോരിക്കണം.
അലക്കാനും കുളിക്കാനും ചിലപ്പോൾ കനാലിൽ കാണാൻ അങ്ങോട്ട് പോവുമോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ആറ്റിലോ, അവിടെ നമ്മുടെ അച്ചൻകോവിലാറുണ്ടല്ലോ, കുടിവെള്ളം ഇവിടെ ഉണ്ട്, വന്നെടുത്തോണം. അപ്പോൾ അവിടെ കമലാക്ഷിയോടും പറഞ്ഞു, കമലാക്ഷി അമ്മ ഇവിടെ നിന്ന് 5 കുടം വെള്ളം കോരിക്കണം. 5 ഞാൻ വെള്ളം കിടക്കുകയല്ലേ, എന്നാ നടപടി വല്ലതും ഉണ്ടോ പറ? പിന്നെ നമ്മൾ വാക്യം എഴുതി വെച്ചേക്കുക അവൻ വരാതിരിക്കാൻ. ഈ വെള്ളം കുടിക്കുന്നവനല്ല അതിനോട് കയറുകയല്ലോ. ഇവിടെ ഈ വാക്യം കിടക്കില്ലേ. എൻ്റെ അഭിപ്രായം, നിങ്ങൾ യോജിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, അവൻ ഇങ്ങോട്ട് വന്ന് കോരുന്ന നല്ലത് ആ മോട്ടറിൽ നിന്നൊരു എന്താ പൈപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കണം. അടിക്കുന്ന കൂടെ അവരോട് പറയണ മുടുത്ത പാത്രം കൊണ്ട് എടുത്ത് വെച്ചു അതിലോട്ട് നിറച്ചേക്കാൻ പറഞ്ഞേക്കണം. അത് നിങ്ങൾ വന്നു കോരണ്ടല്ലോ. ഒരു 3 മീറ്റർ പൈപ്പിൻ്റെ മുടക്ക് ചിലപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ തരികയും ചെയ്യും. എന്നിട്ട് നീ സന്ധി ആകുമ്പോൾ തമ്പേറെടുത്ത് അടിക്കണം. ചിലപ്പോൾ അവനൂടെ വന്ന് കൂടെ ഇരിക്കും. നീ കിണറുമെല്ലാം മൂടിയിട്ട് മോട്ടർ അടിച്ച് മേളിൽ കയറ്റിട്ട് നീയും ചൂസമ്മയും കൂടെ ഈ വെള്ളമെല്ലാം മൊത്തം ചെലവാക്കി ഇടിച്ചേച്ച് സന്ധി ആകുമ്പോൾ പറയാ അവൻ അന്ത്യകാലം വന്നെടുത്ത് പെന്തിക്കോസിൻ അവൻ 5 ഇഞ്ചിന്റെ മെറ്റിൽ നിന്റെ ആദ്യം നിന്റെ പെമ്പളയുടെ ഉച്ചി അവൻ തകർക്കും. ഉന്നമുള്ളവനാന്ന് ഒറ്റ ഏറ് മതി. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അന്ത്യകാലം വന്നു. അന്ത്യകാലമല്ല, നിന്റെ ദൈവം ആരാന്ന് ചോദിച്ചാൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ആളല്ല ദൈവം. മനുഷ്യന് വൈരാഗ്യം കുത്തിക്കൊടുക്കുന്ന ആളല്ല ദൈവം. മറ്റൊരുത്തന്നെ പടലിയെടുത്തോണ്ട് പാടാ ഞാൻ നിന്നിൽ സംപ്രീതനായി, അങ്ങനല്ല ദൈവം. അതല്ല ദൈവം. ഒരുത്തനെ കൊലയ്ക്ക് കൊടുക്കുകയല്ല ദൈവം. ദുഷ്ടനെയും വെറിയനെയും വ്യഭിചാരിയെയും, എന്റെ ഭാഷ പറയാ, ഒന്നും കൊള്ളുകയില്ലാത്തവന്, എല്ലാവരും വെറുക്കപ്പെട്ടവന്, തള്ളപ്പെട്ടവന് സ്നേഹിക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പാസ്റ്റർക്കും എനിക്കും എന്നെപ്പോ ഞങ്ങളെ പോലുള്ള പലർക്കും ഈ മാർഗത്തിൽ വന്ന് ഈ ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യമുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ യേശുനായകൻ സമാധാന നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലരും മനമേ എന്തിനാകുലം കലരും മനമേ നിൻ സഹായകൻ അവൻ ശക്തനാകൻ നിനക്കു നിർഭയമേ ലോകപോരിതിൽ അനുദിനം ജയമേ ലോകപോരിതിൽ അനുദിനം ജയമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. യേശു നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ, നിന്നെ രക്ഷിക്കുന്ന ദൈവമാ, നിന്നെ ചേർത്തണയ്ക്കുന്ന ദൈവമാ, നിന്നെ സഹായിക്കുന്ന ദൈവമാ, നിന്നെ വിടുവിക്കുന്ന ദൈവമാ. ആ കർത്താവിനെ ആരാധിക്ക്, അനുഭവിക്ക്, സേവിക്ക്, സ്നേഹിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. ആ സമാധാനത്തിന്റെ ദൈവം. അതാ ഒന്നുകൂടെ വായിച്ച മോളെ പദം. സമാധാനത്തിന്റെ ദൈവം തന്നെ. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണ്. യേശു നിന്റെ വീട്ടിൽ വന്നാൽ കൂട്ടുകാടി നടക്കുകയല്ല, കൂട്ടുകാടിയാന്ന് നിൽക്കുക. യേശു നാട്ടിൽ വന്നാൽ നാട്ടുകാർ മുഴുവൻ കൂട്ടടിച്ച് അടിക്കുകയല്ല, ബഹളമല്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അല്ല യേശുവിൻ്റെ മാർഗം. അതിൽ നമ്മൾ എത്ര പേര് ചില സമയത്ത് അനാവശ്യം പറയുകയും ചില തല്ലുകയും ചെയ്യും. നിന്നുകൊള്ളുന്ന അല്ലാതെ ഇപ്പം അങ്ങനല്ലേ? അതാ എന്നെ തല്ലുകാന്നെ നിന്നുകൊള്ളുക അല്ലാതെ ഓടാൻ പോലും വയ്യ.
4 സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ കഥച്ചാതെ ഞാൻ പുറകിൽ തന്നെ പോയെങ്കിരുന്നു. ഇവിടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കഥയ്ക്ക് നിങ്ങൾ എന്തിനാ കാണുന്നേ? നിന്ന് കൊള്ളുകല്ലാതെ എന്നെ അന്ന് തല്ലാനുമുണ്ട്. എന്നാ തല്ലണോ? കൊള്ളുകല്ലാതെ യാതൊരു മാർഗവുമില്ല. ഒന്നും പറയത്തില്ല. നിന്ന് മേടിച്ച് കെട്ടുന്നതല്ലാതെ അതായി മാർഗം. സ്തോത്രം. അതായി മാർഗം. ഇത് തിരിച്ചടിക്കുന്ന മാർഗമല്ല, നിന്ന് കൊള്ളുന്ന മാർഗമാണ്. സ്തോത്രം. ഞാൻ അത്രയൊക്കെ പറഞ്ഞ് അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. നിനക്ക് സമാധാനം തരുന്ന ദൈവമാണ്. അപ്പോൾ ഓർപ്പിക്കട്ടെ, 5 അധ്യായത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇനി കമ്പിവാചകം പോലെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒന്നുകൂടെ വായിച്ചേ മോളെ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം എന്ന് പറഞ്ഞ പൗലോസ് ചോദിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് എങ്ങനെയാണ്? അത് വിശദീകരിക്കാൻ നേരമില്ല. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. വന്നു അടുത്തത്, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഈ ആയുസ്സിൽ എനിക്കും നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുന്നതാണ്. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിനെ സേവിക്കുവാനും സ്നേഹിപ്പാനും ആ കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനിടയായി. അവനെ മരിച്ചവരുടെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത്? വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ അവിടുന്ന് വരുന്നുണ്ടെന്ന്. ഒറ്റ വാക്കിലെ ഇപ്പൊ പറയാൻ ഒക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ വരുവാനുള്ള കോപം, അതാണ് മഹാപീഡ. ആ മഹാപീഡയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന തിരുസഭയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വരും. അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സ്തോത്രം. ഒറ്റ വാക്കിലേ പറയാൻ ഒക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവസഭ മഹോദ്രവത്തിൽ കൂടെ പോകത്തില്ലെന്ന്. അതാ, ദൈവസഭ ഉപദ്രവങ്ങളിൽ കൂടെ പോകും. സഭ തുടങ്ങി അന്ന് മുതലേ സഭയ്ക്ക് ജോടി. പിന്നെ അപ്പൊ നിങ്ങൾ 120 പേരിന്ന് കൂടി. അപ്പൊ തന്നെ അന്നേരം തന്നെ ആക്ഷേപം തുടങ്ങി. അടിച്ചേച്ച് വന്നിരിക്കുകയാണെന്ന്. എല്ലാം അല്ല, പെരുക്ക് ഈസ്റ്റർ അല്ലേ? ഈസ്റ്റർ കഴിഞ്ഞല്ലേ ഉള്ളു. യേശു ഉയർത്തെഴുന്നേറ്റില്ല. ഈസ്റ്റർ കഴിഞ്ഞ എന്നെ അടിച്ച് പെരുക്കിയിരിക്കുകയാണ്. അന്ന് മുതലേ ആക്ഷേപം. പിന്നെ കൊണ്ട് 4-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ മുഴുവൻ പ്രശ്നങ്ങളാണ്. ചൂപ്പാട് വരുത്തുക. അപ്പൊ സഭ ആരംഭിച്ച കാലം മുതലേ സഭയ്ക്ക് ഉപദ്രവങ്ങളുണ്ട്. ആ ഉപദ്രവം ഇന്നുമുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ ഉണ്ട്. സഭ എടുക്കപ്പെടുന്ന വരെ ഉപദ്രവങ്ങളുണ്ട്. എന്നാൽ സഭ മഹോദ്രവത്തിൽ കൂടെ പോകത്തില്ല. ഉപദ്രവത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴും ഉപദ്രവമില്ലേ? നമ്മളിവിടെ ശാന്തമായിട്ട് സമാധാനമായിട്ട് വരുന്ന ദൈവത്തെ ആരാധിക്കുക. മനോഹരമായ പന്തലും നല്ല കസേരയും അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം ക്രമീകരിച്ചു. എന്നാൽ ചിലയിടങ്ങളിൽ ഇങ്ങനൊന്നും ഇരുന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. ഉപദ്രവത്തിൽ കൂടെ പോവല്ലേ? അതെല്ലാം മഹോദരമാണോ? അല്ല. സ്തോത്രം. ഒരു മിഷണറി 2 കുഞ്ഞുങ്ങളെ കൂടെ ചുട്ടുകൊന്നു. അത് മഹോദരമാണോ? അല്ല, ഉപദ്രവമാണ്. കന്യാസ്ത്രീയെ കൊന്നു. ഉപദ്രവമാണോ? ഉപദ്രവമാണ്. മഹോദരമല്ലല്ലോ. അല്ല. ഉപദേശിമാരെ തട്ടി. അത് മഹോദരമാണോ? അല്ല, ഉപദ്രവമാണ്. അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നാളെ ഉണ്ടാകും കർത്താവ് വരുന്നത്. പക്ഷെ സഭ മഹോദരവത്തിൽ കൂടെ പോകത്തില്ല. തന്റെ കുറുപ്രാവിന് ദൈവം ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 5-ാം അധ്യായത്തിൽ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവം നമ്മെ കോപത്തിനല്ല, അങ്ങനെ തന്നെ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. സൂപ്പർ സ്റ്റാർ റെഫറൻസ് ഒന്ന് വായിച്ച്. ദൈവം നമ്മെ കോപത്തിനല്ല, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ദൈവം നമ്മെ കോപത്തിനല്ല,
ദൈവം നമ്മെ കോപത്തിനല്ല. ആ മോളെ എത്രാമത്തെ വാക്യമാ? 9. മിടുക്കി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിച്ചേ. ദൈവം നമ്മെ കോപത്തിനല്ല. ദൈവം നമ്മെ കോപത്തിനല്ലെന്ന്. പിന്നെ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം നമ്മെ കോപത്തിനല്ല വിളിച്ചേക്കുന്നത്. ആ കോപം എന്നവിടെ ഉദ്ദേശിക്കുന്നത് മഹാവീടയാ, മഹോദരവാ. സ്തോത്രം. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരാൻ പോവുക. അതാണ് കർത്താവിന്റെ പ്രത്യക്ഷത. ഇനി ഓടിച്ച് പറയാം, അതിനുള്ള സമയം. 2-ാം അധ്യായത്തിന്റെ 19 വായിച്ചേ. നമ്മുടെ കർത്താവ് യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയം അവിടെയും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. എന്തിന്? അവൻ ദൈവമക്കൾക്ക് പ്രതിഫലം തരാനായിട്ടാ പ്രത്യക്ഷപ്പെടും. വിവരിക്കുന്നില്ല. ഇനി 3-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. ഈ വാക്യത്തിൽ ഒരല്പം പറയേണ്ടതായിട്ടുണ്ട്. ഈ വാക്യം മുമ്പ് പറഞ്ഞ വാക്യത്തിന്റെ ആ പ്രത്യക്ഷതയല്ല. ഈ പ്രത്യക്ഷത വേദപുസ്തകം പഠിക്കുന്ന ദൈവമക്കൾക്ക് കുറച്ചുകൂടെ പറയുമ്പോൾ ബോധ്യപ്പെടും. 2-ാം വരവിന്റെ 2-ാമത്തെ പ്രത്യക്ഷതയാണ്. 2-ാം വരവിന്റെ 2-ാമത്തെ പ്രത്യക്ഷത. 2-ാം വരവെന്ന് പറയുമ്പോൾ 1-ാം വരവ് നടന്നല്ലോ, ഇല്ലയോ? നടന്നു. 1-ാം വരവ് ഏതായിരുന്നു? അയ്യോ, 1-ാമത്തെ വരവ് അമ്മ പറഞ്ഞ പോലെ അതേ തുറന്ന് കിടക്കുന്നത്. വരുവോ പോകുമോ? ഉറക്കെ പറ. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ തിരുജനനം, അവിടുന്ന് ദൈവമായിരിക്കെ വചനം ജഡമായി തീർന്ന് മാന്യ സ്ത്രീയാകുന്ന കന്യകയുടെ ഉദരത്തിൽ ഉരുവായി ആമ കാലം തികഞ്ഞപ്പോൾ മാന്യ വനിത നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവിനെ പ്രസവിച്ചു. അതായിരുന്നു അവിടുത്തെ ആദ്യത്തെ വരവ്. അവിടെ അത് ആ ലേഖനത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അവൻ ജീവിച്ച് മരിച്ചു. മോളെ ആ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അടുത്ത വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കും. അപ്പൊ ഞാൻ വേണം ഇങ്ങനെ ചേർത്തങ്ങ് പറയുക. യേശു ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതായിരിക്കും കുറച്ചുകൂടെ ആക്കം. അവിടെ യേശു മരിച്ചു ജീവിച്ചെഴുന്നേറ്റെന്ന ഞാൻ കൂട്ടുകല്ല, വേറെ വാക്യം കൂടെ ചേർത്ത് പറയാ. യേശു ജനിക്കുകയും ഈ ഭൂമിയിൽ ജീവിക്കുകയും അവൻ മരിക്കുകയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തു ആദ്യത്തെ വരവ് കന്യകാസൂനുവായി ഈ ഭൂമിയിൽ അവതരിച്ചത്. കന്യകാസൂനുവായി ഭൂമിയിൽ അവതരിച്ചു. നാടെങ്ങും നന്മ സുവിശേഷിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ചു. നാനാവ്യാധികളാലും ബാധകളാലും വളഞ്ഞവർക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തു. അവിടുത്തെ അടുക്ക വന്ന് ആരും നിരാശയോടെ പോയിട്ടില്ല. സകലർക്കും വിടുതലായിരുന്നു. ഒടുവിൽ അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി പോയി. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു. തിരുവെടുത്ത് നേരത്തെ എഴുതി വെച്ചതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്ത് അവൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുക. ആ പോയിരിക്കുന്ന അതായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷത. ആ പോയിരിക്കുന്ന യേശു അധികം താമസിക്കാതെ വീണ്ടും വരും. അതിനാണ്ട് 2-ാം വരവിന് 2 ഘട്ടമാണ്. ഒന്ന് മേഘപ്രത്യക്ഷതയും 2 മഹത്വ പ്രത്യക്ഷത. ഈ തെസലോനിക്ക ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന പദം മഹത്വ പ്രത്യക്ഷതയാണ്. കാരണം അവിടെ ഒരു പദമുണ്ട്. ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത, അതാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ. 2-ാം വരവിൽ ആദ്യം വരുന്നത് വിശുദ്ധന്മാരുമായിട്ടല്ല, പ്രധാന ദൂതന്റെ കാഹളം, ദൈവത്തിന്റെ കാഹളവും പ്രധാന ദൂതന്റെ ശബ്ദവും അങ്ങനെ വരുന്നത്. ആ വരവ് ഭൂമിയിലേക്ക് വരുന്നില്ല. കാഹളം മീട്ടുമ്പോൾ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനൊടുക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും. തിരുസഭയായിട്ട് മേളിലോട്ട് പോകും. അവിടെ ചെന്ന് ഉടനെ പോവുകയല്ലേ? പോവോ?
പോവുമെന്ന് എടുക്കും, സഭ എടുത്തുകൊണ്ട് സ്വർഗത്തിലോട്ട് പോകുമെന്ന്. അവിടെ ചെന്ന ഉടനെ എന്നാ പരിപാടി? എന്നാ അങ്ങോട്ട് ചെന്ന ഉടനെ പരിപാടി എന്നാന്ന്? ഒരു വല്യമ്മ എന്നോട് പറഞ്ഞു, എന്നാ ഉടനെ എനിക്ക് ആത്മാവിലാകണമെന്ന്. ഞാൻ പറഞ്ഞു, നല്ല ഇവിടെ എന്തും വീണ്ട സമയമുണ്ട്, സഭാഗോളുണ്ട്, തമ്പേറുണ്ട്, അന്തരീക്ഷമുണ്ട്, എല്ലാം ഉണ്ട്. തള്ളക്ക് ഇവിടെ ഇരുന്ന് ആത്മാവിൽ ആകണ്ട, അങ്ങോട്ട് ചെന്നേച്ച് വേണമെന്ന്. ചെന്ന ഉടനെ ആത്മാവിലാകുകയല്ല. കണ്ട വള്ളംകുളംകാരി ഒരു മോളി ഉണ്ടായിരുന്നു. മോളി പറഞ്ഞ് ചെന്ന ഉടനെ കല്യാണമാണ്. ഞാൻ പറഞ്ഞ ചെന്ന ഉടനെ കല്യാണമല്ല, ആരാധനയല്ല, ചെന്ന ഉടനെ ന്യായവതിയാണ്. അവിടെ ചെന്ന ഉടനെ ഇന്നലെ ഞങ്ങളുടെ ഒരു ബാബുക്കുട്ടി ചോദിച്ചു, പിന്നെയും പ്രശ്നമാണോ എന്ന്. ന്യായവതിയാന്ന് പറഞ്ഞപ്പോൾ, കാരണം എന്തെല്ലാം കഷ്ടവും പീഡയും നിന്നെ അപമാനവും സഹിച്ചാവുന്ന് ഇല്ലേ? ബാബുക്കുട്ടിയുടെ കൂടെയുള്ളവനും വലിച്ചു തള്ളിയപ്പം ബാബുക്കുട്ടി ഇങ്ങനെ നോക്കി നിന്നല്ലാതെ ഒന്ന് വലിക്കാൻ ഇരിപ്പ് കണ്ടിട്ട് അതൊക്കെ സഹിച്ചിരിക്കല്ലേ. മറ്റവൻ ഈസ്റ്ററിന് അടിച്ച് പെരുത്തപ്പം അടിക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. മറ്റവൻ കണ്ണ് പൊട്ടുന്ന തെറി പറഞ്ഞപ്പോൾ കേട്ടോണ്ട് നിന്നല്ലാതെ ഒരൊറ്റ തെറി പോലും വന്നില്ല. ബാബുക്കുട്ടി തെറി അറിയാൻ മേനായിട്ടല്ല, അവൻ പറയുന്നതിലും പിന്നെ പറയാതൊക്കെ നിന്നതാ. കൂടെയുള്ളത് കമ്മലും മാലയൊക്കെ ഇട്ട് ജിമിക്കിയൊക്കെ ഇട്ട് ഇങ്ങനെ കുലുക്കി നടന്നപ്പോൾ നീ അതെല്ലാം ഒരു ദൂരെ കളഞ്ഞേച്ച് സ്തോത്രം, ഇതൊക്കെ സഹിച്ച് നിന്നതല്ലേ. നിന്റെ കൂടെയുള്ളവൻ നല്ല കപ്പട മീശ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാല് പറപ്പിച്ച് വെച്ച് മീശ പിരിച്ച് കാണിച്ചപ്പോൾ നീ അല്ലേ കരിക്കിൻ്റെ മോന്ത കിട്ടിയ പോലെ നമ്മൾ വഴിയെ പോകുമ്പോൾ കരിക്ക് എത്തിത്തരികയല്ലേ. തൊട്ട് നോക്കിക്കേ. അപ്പൊ ഇതെല്ലാം സഹിച്ചേ, ഈ ആക്ഷേപവും നിന്നെയൊക്കെ സഹിച്ചാ നിൽക്കുന്നത് ഇല്ലേ? അപ്പൊ ഇങ്ങനെല്ലാം സഹിച്ച് എന്ത് നമ്മൾ സിനിമ കാണുന്നില്ല, അനാവശ്യം പറയുന്നില്ല, ചീത്തത്തരത്തിലൊന്നും പോയി ഇടപെടുന്നില്ല, നമ്മളെ ആക്ഷേപിച്ച് അപമാനിച്ച് പറഞ്ഞിട്ട് തിരിച്ചൊന്നും മറുപടി, ഇതൊക്കെ സഹിച്ച് നിൽക്കുക. എന്തിനാ? കർത്താവിന്റെ വരവിൽ പോകാൻ. അപ്പൊ അങ്ങനെയൊക്കെ നിന്നായി കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത്. അപ്പൊ എടുക്കപ്പെട്ട് അവിടെ ചെന്നോണ്ട് പിന്നെയും ന്യായവതി. അതാ ബാബുക്കുട്ടി ചോദിച്ച് പിന്നെയും പ്രശ്നമാണോ? ഞാൻ പറഞ്ഞു, ന്യായവിധി എന്ന് പറഞ്ഞാൽ പേടിക്കുമൊന്നും വേണ്ട, ന്യായമായ വിധി എന്നേ ഉള്ള അതിൻ്റെ അർത്ഥം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ബാബുക്കുട്ടി രക്ഷിക്കപ്പെട്ടതിന് ശേഷം മരിക്കുന്നത് വരില്ല, കാകളം തുനിക്കുന്നത് വരെ ചെയ്തതും പ്രവർത്തിച്ചതെല്ലാം അവിടെ ചെന്ന് വെളിപ്പെടുത്തും. പെന്തിക്കോസ്തി വന്നതിന് ശേഷം നീ ചെയ്ത് കൂട്ടിയതെല്ലാം വെളിപ്പെടുത്തും. വെളിപ്പെടുത്തിയേച്ച് ന്യായമായിട്ട് വിധിക്കും. അപ്പം എന്നോട് പുള്ളി ചോദിച്ചു, എല്ലാം വെളിപ്പെടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാം വെളിപ്പെടും, എല്ലാം മുഴുവനും വെളിപ്പെടുത്തും. അപ്പോൾ എന്നോട് ചോദിക്കുക, ഞങ്ങളുടെ റോസമ്മ കാണുമോന്ന്. അവനത് വെളിപ്പെടുത്തുന്ന അല്ല അവന് വിഷയം, റോസമ്മ കാണുന്നതാ വിഷയം. അന്ന് റോസമ്മ കാണാതെ ഏതാണ്ടെല്ലാം നാശം ഒപ്പിച്ചാ ഇവനിങ്ങനെ ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറഞ്ഞ് ഈ ആഞ്ഞ് നടക്കുന്നത്. അതാണ് ചോദിച്ചത്, റോസമ്മ കാണുമോന്ന്. ഇവൻ്റെ മനോഗതിയും എനിക്ക് മനസ്സിലായി, വചനത്തിലും അങ്ങനെ അനുസരിച്ച് ഞാൻ പറഞ്ഞു, ബാബുക്കുട്ടി റോസമ്മയൊന്നും കാണത്തില്ല, സ്തോത്രം, എനിക്ക് അതറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നീ ചെയ്തതെല്ലാം വെളിപ്പെടുത്തും. അതെല്ലാം വെളിപ്പെടുത്തിയതിന് ശേഷമാണ് ന്യായമായിട്ട് നിന്നെ വിധിക്കുന്നത്. ആ ന്യായവിധി കഴിഞ്ഞ് പ്രതിഫലം തരും. ആ പ്രതിഫലത്തിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്തങ്ങ് പറയാ, കല്യാണ വസ്ത്രം കിട്ടും. ആ വസ്ത്രം എടുത്തോണ്ട് ആ വെളിപ്പാട് 19:7 മുതൽ താഴോട്ട് കുഞ്ഞാടിന്റെ കല്യാണം, സ്തോത്രം, കല്യാണ വസ്ത്രമൊക്കെ വേണേ. അവിടെ ചെന്ന് നല്ല വസ്ത്രം കിട്ടണമെങ്കിൽ ഭൂമിയിൽ നീതിപ്രവൃത്തി ചെയ്യണം. ഇപ്പം ചക്കയുടെ സീസണാ, ചക്കയൊക്കെ ഉണ്ടെങ്കിൽ അത് വീണവിടെ പോകരുത്, അയലത്തുകാർക്ക് വിളിച്ചു കൊടുക്കണം. വഴിയെ പോകുന്നില്ല അന്ന് വിളിച്ച് ഇങ്ങോട്ട് ഒരു ചക്ക ഇട്ടുകൊണ്ട് പോകാൻ പറയണം. നമ്മളിങ്ങനെ പ്ലാവെ ചക്കടക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ കയറി ഇടാനോ ഒരെണ്ണം ഒക്കത്തില്ല. അപ്പോൾ ആർക്കെങ്കിലും ആക്കമുള്ളവർക്ക് കൊടുക്കണം. അതുങ്ങൾ ഇട്ടുകൊണ്ട് പോയി, മനസ്സിലാകുന്നുണ്ടോ? ഗുണം ചെയ്യണമെന്ന്. കിണറും വെള്ളവും ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? 10 ഏക്കർ വസ്തുവുണ്ട്, നിന്റെ സഭയിൽ കൊടുത്തിട്ട് 10 പേർക്ക് 10 സെന്റ് വെച്ച് അങ്ങ് കൊടുത്തേക്കണം. അവിടെ ചെന്ന് തുണി വേണ്ടേ? ആർക്കും തുണി വേണ്ടേ? ഉള്ള തുണിയൊക്കെ മതിയെന്നോ? ഈ തുണിയൊന്നും അങ്ങോട്ട് ഇല്ല. മാംസ രക്തങ്ങൾ ദൈവരാജ്യം ഈ ശരീരമല്ലെന്ന്
അവിടെ ചെന്ന് തേജസ്സിന്റെ ശരീരമാണ്. അപ്പൊ അവ വസ്ത്രമാണ്, അലങ്കാര ഭാഷയാണ്. അപ്പൊ അവിടെ ചെന്ന് ആ വസ്ത്രമൊക്കെ, കല്യാണ വസ്ത്രം കിട്ടണമെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഗുണം ചെയ്യണം. ബസ്സേ കയറി, കൂടെ ഒരാളുണ്ട്, നീയും കൂടെ കയറി, നിന്റെ കാശ് ഉണ്ടെങ്കിൽ അവരോട് പറയണം ഞാൻ ടിക്കറ്റ് എടുത്തോളാം. അത് വെളിയിൽ വെച്ച് ബസ് വരുന്നതിന് മുന്നേ പറയണം, അങ്ങനെ ബസ് വരുന്നുണ്ട് ഞാൻ ടിക്കറ്റ് എടുത്തോളാം കേട്ടോ. അല്ല ബസ്സിനകത്ത് കയറ്റിട്ട് എടുത്തോ, എടുത്തില്ലേ? അണ്ണാ അവിടുന്ന് അമ്മാമ്മ എടുത്തോ, എൻ്റേത് എടുത്തു. രണ്ടും ഒരു സഭയെ കൂടി നടക്കുക, ഒരു ബൈബിളായിക്കൊണ്ട് നടക്കുന്നത്. കാശ് ഉണ്ടെങ്കിൽ ബസ് വരുന്നതിന് മുന്നേ പറയണം ടിക്കറ്റ് ഞാൻ എടുത്തോളാം. അങ്ങനെ ഒരാൾ ടിക്കറ്റ് എടുത്തുന്നോർത്ത് എല്ലാ ദിവസവും അവരെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്യരുത്. പിറ്റേ ദിവസം നിന്റെ കയ്യിലുണ്ട്, നീ എടുത്തു കൊടുക്കണം. അതൊക്കെയാ കൂട്ടായ്മ. അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം, നീതി പ്രവർത്തി. അങ്ങനെ ചെയ്താൽ അവിടെ ചെല്ലുമ്പോൾ വസ്ത്രമില്ലാതെ പണ്ടൊരുത്തം വന്നത് നമുക്കറിയാമല്ലോ അല്ലെ? കല്യാണത്തിന് രാജപുരത്തിന്റെ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കല്യാണത്തിൽ എല്ലാവരും വരാൻ പറഞ്ഞു. സമയത്ത് ഒറ്റ ഒരുത്തനും ഇല്ല. അയ്യോ രാജാവിന് സങ്കടവും അരിശവും ദേഷ്യവും എല്ലാം കൂടെ വന്നു വെച്ചു. എന്തിയാടാ വിളിച്ചവൻ? ഒരുത്തൻ വന്ന് പറഞ്ഞു ആരും വന്നില്ലെന്ന് പറഞ്ഞു. കുറി കൊടുത്തവരാരും വന്നില്ല. നമ്മുടെ ആൾക്കാർക്ക് പിന്നെ കല്യാണം വിളിക്കേണ്ട, വഴി കിടന്നൊരു കുറി കിട്ടിയാൽ മതി, അതെടുത്തോണ്ട് നേരെ പോവാ. സഭായം മുടക്കി. ഈ ക്ഷണിക്കപ്പെട്ടവരാരും കല്യാണത്തിന് വന്നില്ല. രാജാവിന് സങ്കടവും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ. അപ്പം രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക, ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ലല്ലോ, അതിൻ്റെ എല്ലാവരും. അപ്പം പറഞ്ഞ ഒരുത്തനെ കാളയുടെ പുറകെ പോയി, ഒരുത്തൻ ഇച്ചിരി നിലം മേടിച്ചു, ഒരുത്തനെ ഈടെയാ കല്യാണം കഴിഞ്ഞത്. വിളിച്ചവനാരും സമയത്ത് അവിടെ വായിക്കുന്ന ഒഴികഴിവ് പറഞ്ഞെന്ന്. സൈമൺ സാറെ കൊടുത്തിരിക്കുന്ന വരി ഇങ്ങനെ: ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം, നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരു തനുസാരം, മുട്ടക്കൊണ്ടു കാലകളാൽ അവരന്നു പാരം, രാജാൽ മജ ഇരുന്നതിന് പരം, രാജാൽ മജ ഇരുന്നതിന് പരം, ഈ ഉപമയോ മകസാരം, രാജാൽ മജ ഇരുന്നതിന് പരം. അപ്പൊ വിളിച്ചവരാരും സമയത്ത് വന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാനുണ്ട്, രാജാവ് പറഞ്ഞാണ്ട് വഴിത്തലക്കലൊക്കെ കിടക്കുന്നതിനെ വിളിച്ചുകൊണ്ട് വാടാന്ന് പറഞ്ഞു. വേലിയുടെ അടിയും വഴിത്തലക്കല് അമുക്കിനും മൂല അതിനെല്ലാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. രാജഭൃത്യന്മാർ ചെടേന്ന് പോയി പറഞ്ഞു, എടേ എല്ലാവരും വരാൻ പറഞ്ഞു. രാജാവിന്റെ മോന്റെ കല്യാണം. ചുമ്മനക്കെട്ട് നിന്നവനെല്ലാം ചാടി അകത്ത് കയറി. വഴിത്തലയ്ക്ക് കിടന്നവനും വായി നോക്കി നിന്നവനും ആടക്കടയോടെ നിന്നവനും കലിങ്ക കയറി കാലും അനക്കിയിരുന്നവനും എന്ന് വേണ്ട ഒരു ജോലിയില്ലാത്ത സാകലയൊന്നും ചാടി കല്യാണശാലയിൽ കയറി. ആ കൂട്ടത്തിലാണ് ഞാനും ഇതിനകത്ത് കയറിയത്. എനിക്ക് കുറുതന്ന് ക്ഷണിച്ചതല്ല, വഴിത്തലക്കിൽ വെറുതെ നിന്നതാ, ഒരു യോഗ്യതയില്ലാതെ നിന്നതാ, ഒരു അർഹതയില്ലാതെ നിന്നതാ. എന്നോടും പറഞ്ഞ് ചാടി ഇഞ്ഞ് വരാൻ. അങ്ങനെ ഇതിനകത്ത് വന്നത്. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരു മിടുക്കനുണ്ടായിരുന്നു, അവനും വന്നു. സമയമായപ്പോൾ രാജാവ് പറഞ്ഞു വന്ന് വെച്ച് നോക്കി, വിരുന്നുകാരെ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ ഇരിക്കുന്നു. അപ്പം വന്ന് മര്യാദയ്ക്ക് ആക്കിയ, സ്നേഹിത കല്യാണ വസ്ത്രമില്ലാതെ ഇതിനകത്ത് എങ്ങനെ വന്ന്? അവൻ ചോദിച്ചു, ഇതല്ല കല്യാണ വസ്ത്രം. അതേതാ? ഇവിടെ അത് വാതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒറ്റ വാതിലാണ്, വാതിൽ വസ്ത്രം കൊടുത്ത് അങ്ങോട്ട് കയറ്റുന്നത്. അപ്പം ഇവൻ ചോദിച്ചു, ഏത് വാതില്? വാതിൽ അവിടെ ആളിനെ നിർത്തി കൊടുക്കുന്നുണ്ടെന്ന്, കല്യാണ വസ്ത്രം. രാജാവിൻ്റെ മോൻ്റെ കല്യാണമല്ലേ? അയ്യോ ഞാൻ കണ്ടില്ല. അപ്പം രാജാവ് ചോദിച്ചു, നീ എതിരെ കൂടെ ഇതിനകത്ത് വന്നേ? അവൻ പറഞ്ഞു, ഞാൻ മതിൽ യാതൊരു ഡൈവ് ചെയ്ത് വന്നതാണ്. അതാ നിനക്ക് വസ്ത്രം. നീ ഡൈവ് ചെയ്ത് ഈ മതിൽ ചാടി ഡൈവ് ചെയ്ത് വന്ന ഒത്തിരി എണ്ണം പെന്തിക്കോസിലുണ്ട്. മനസ്സിലായോ? ഇവന്റെ വല്യപ്പൻ പാസ്റ്റർ, ഇവൻ ഒറ്റ ഡൈവിനകത്ത് കയറി. അല്ലെ, നേരായ വാതിലിൽ കൂടെ വന്നതല്ല. നേരായ വാതിലിൽ കൂടെ വരുന്നത് അനുഗമിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കണ്ണീരോടെ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് അനുതാപ ഹൃദയത്തോടെ വരുന്നതാ ശരിയായ വാതില്. ഇവൻ ഡൈവ് ചെയ്തതിനകത്ത് കയറിയതാണ്. ഞാൻ വിവരിക്കുന്നില്ല. രാജാവിന് ഓപോ അരിശുമൊക്കെ വന്നേച്ച് കൃത്യമായിട്ട് പറഞ്ഞ്, അവൻ മതിലിയാടി വന്നതല്ലേ, അതെ കൂച്ചി കെട്ടി വെച്ച് മതിൽ വഴി എടുത്തിട്ടേക്കാൻ പറഞ്ഞു.
അങ്ങനെ അവന് നേരെ മതിലൂടി എടുത്ത് സാറ് കൊടുത്തിരിക്കുന്ന സൈമൺ സാർ അതൊക്കെ നല്ല വൃത്തിയായിട്ട് കൊടുത്തിരിക്കുന്നത്. സാറ് കൊടുത്തിരിക്കുന്ന വരി ഇങ്ങനെ: പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പ്രത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തു പുറത്തുള്ള മതിലിങ്കൽ കൂടി ഒട്ടുമണ്ടി കാണാനുള്ള ഉരുട്ടിൽ പേടി, കെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും വച്ചോടി, അപ്പൊ ഇവനെ പിടിച്ചു കെട്ടി ആ മതിലിൽ കൂടെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞെന്ന്. ആർക്കും ആ ഗതി വരരുത്. അതുകൊണ്ട് അവിടെ ചെന്ന് നല്ല വസ്ത്രം ലഭിക്കണമെങ്കിൽ ഇവിടെ നീതി പ്രവൃത്തി ചെയ്യണം. അതാ ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ്. 10 ഏക്കറുള്ള അച്ചായൽ ആ സഭയിൽ ആരാധിക്കുന്നവർക്ക് വസ്തുവോ വീടോ ഇല്ലെങ്കിൽ ഒരു 10 സെന്റ് വെച്ച് 10 പേർക്ക് അങ്ങനെ കൊടുക്കുന്ന ദൈവമക്കൾ ഒത്തിരി ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അവരെ അവരുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് ദാവീദിനോട് പറഞ്ഞതുപോലെ ആകാശമുള്ള കാലത്തോളം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ പ്രതിഫലം വാങ്ങിയിട്ട് തിരിച്ചൊരു വരവുണ്ട്. അതാണ് വിശുദ്ധന്മാരുമായിട്ടുള്ള വരവ്. അതാണ് 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അതാണ് മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞ 2-ാം വരവിന്റെ 2-ാം ഘട്ടം. വിശുദ്ധന്മാരുമായി അവിടുന്ന് ഒരു വരവുണ്ട്. ആ വരവിനെ പറ്റി ആ വെളിപ്പാട് 1-ന്റെ 7 കിടക്കുന്നത് ആ വരവ് തന്നെയാണ് ഈ തെസലോനിക്ക ലേഖനം 3-ന്റെ 13 കിടക്കുന്നത്. ഈ വരവിനെ പരാമർശിക്കുന്ന വാക്യമാണ് വെളിപ്പാട് 19-ന്റെ 11. ഒന്ന് വായിച്ചേ മോളെ. വെളിപ്പാട് 19-ന്റെ 11 എന്ന് പറഞ്ഞാൽ 2-ാം വരവിന്റെ 2-ാം ഘട്ടം, അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത, എല്ലാം മഹത്വ പ്രത്യക്ഷത. ആ മഹത്വ പ്രത്യക്ഷത്തിന്റെ വാക്യമാണ് 19-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത് ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. വെള്ളക്കുതിര പ്രത്യക്ഷമായി. പിന്നെ ആ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ ഇരിക്കുന്നു. പിന്നെ അവന്റെ പേരാണ് വിശ്വസ്തനും സത്യവാനും. പിന്നെ അവൻ നീതിയോടെ വിധിക്കുന്നു. നീതിയോടെ വിധിക്കുകയും പോരാടുക എന്ന് പറഞ്ഞാൽ സ്വർഗം തുറന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. ആ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ ഇരിക്കുന്നു. അവന്റെ പേര് നീതിയും വിശ്വസ്തതയും. അവൻ ന്യായം വിധിക്കുന്നവൻ. അടുത്ത വാക്യം: അവന്റെ കണ്ണ് ഒന്നും മറവല്ലെന്നാ പറഞ്ഞത്. സകലതും വെളിപ്പെടുത്തും. സകലതും മറവല്ല, എല്ലാം വെളിപ്പെട്ടു വരും. അടുത്തത് പിന്നെ അത് ജയത്തെ കാണിക്കുന്നതാ. അവിടുന്ന് മാത്രമാ ജയാളി. അവിടുന്ന് എല്ലാത്തിനും ജയിച്ചു. പാപത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, ജഡത്തെ ജയിച്ചു. അങ്ങനെ ജയിച്ച് അവിടുന്ന് മരണത്തെയും ജയിച്ചു. മരണത്തിന്റെ അധികാരി അങ്ങനെ പിശാചിനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണവീതികളിൽ അടിമപ്പെട്ടിരുന്ന എന്നെയും നിന്നെയും അവിടുന്ന് വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് മാത്രമാ ജയാളി. അതാ ജയമുടി. പിന്നെ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അടുത്തത് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അടുത്ത വാക്യം: അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. വ്യാഖ്യാനിക്കുന്നില്ല. അടുത്ത വാക്യം: അവന് ദൈവവചനമെന്ന്. ഇപ്പൊ മനസ്സിലായില്ല ഈ വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്ന വ്യക്തി ആരാന്ന്? ഒറ്റ വാക്യം പറയാ: യേശു കർത്താവ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കേട്ടിരുന്ന ആ വചനം ദൈവം. അതാ വായിക്കുന്ന അവന് ദൈവവചനം എന്ന് പേർ. ഇത് കർത്താവാകുന്ന ഒരു തർക്കവുമില്ല. സ്തോത്രം. യേശു ക്രിസ്തു വെള്ളക്കുതിരപ്പുറത്താ വരുന്നത്. അപ്പൊ കുതിരയുടെ നിറം പറ. പറഞ്ഞു. വെള്ളയോട് വലിയ താല്പര്യമില്ലേ? കേബ്രാൻ പറഞ്ഞത് കടമെടുക്കുക. വെള്ള വരാതെ രക്ഷയില്ല രാജ. അങ്ങേര് പറഞ്ഞപ്പോഴേ എല്ലാവരും അങ്ങനെ നേരെ കുതിര കരുത്. നീ എന്റെ നേരെ കുതിര കരുത്, എടിയാക്കും. വെള്ളക്കുതിര പുറത്ത് വരിക. ഇനി അടുത്ത വാക്യം: അവന് ദൈവവചനം എന്ന് പേർ. അടുത്തത് സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിര പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരുവൻ കുതിരപ്പുറത്തിരിക്കുന്നു. അവന്റെ പേര് ദൈവവചനം, യേശു കർത്താവ്. കുതിരയുടെ നിറം പറ. വെള്ള. സ്വർഗത്തിലെ സൈന്യം അത് ദൂതന്മാരല്ല, ഇവിടുന്ന് എടുക്കപ്പെടുന്ന സഭയാ. ആ സഭ വെള്ളക്കുതിരപ്പുറത്ത് വിശേഷ വസ്ത്രം ധരിച്ചിങ്ങോട്ട് ഇറങ്ങി വരിക.
അപ്പൊ ഇത് മൊത്തം ഈ വരവ് ഇങ്ങനെ കണ്ടാൽ ദൂരെ നിന്ന് നോക്കിയാൽ ഒന്നും പിടികിട്ടുകയില്ല, വെള്ളയാന്ന് തോന്നും. അതുകൊണ്ടാണ് ഈ സംഭവം തന്നെ ആ വെളിപ്പാട് 1:7 യോഹന്നാൻ ആത്മാവ് ദർശിച്ചപ്പോൾ പരാമർശിച്ചത്. വായിച്ചേ മോളെ, വെളിപ്പാട് 1:7. പെട്ടെന്ന് സമയം പോയി, പോകാൻ നമുക്കെല്ലാം പോകാം. അവൻ മേഘാരൂഢനായി വരുന്നു. ഒന്നുകൂടെ നന്നായിട്ട് വായിക്കേ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഒന്നുകൂടെ വായിര്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു എന്ന് പറഞ്ഞാൽ മേഘത്തെ ഉടുത്തോണ്ട് വരുന്നെന്ന് തോന്നും. മേഘത്തെ ഒന്നും ആർക്കും ഉടുക്കാൻ ഒക്കുകയല്ല, തുണി പോലും ചൊവ്വന് ഉടുക്കാൻ അറിയാൻ മേല. പിന്നെ മേഘാരൂഢൻ, മേഘത്തെ ചുറ്റിക്കൊണ്ട് ചെല്ലു പറഞ്ഞുകൊണ്ട് തേജസ്സിന്റെ വസ്ത്രം വാരി ചുറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നേരമില്ല, വെള്ളം എടുത്ത് വാരി ചുറ്റിയച്ച്. എടാ, അങ്ങേർക്ക് തുണി വാരി ചുറ്റേണ്ട കാര്യമില്ല, അങ്ങേര് തേജസാ. പിന്നെ തുണിയെല്ലാം കൂടെ വാരി ചുറ്റി, 10 മണിക്ക് യോഗം തുടങ്ങുക, എന്നാൽ തുണിയെല്ലാം കൂടെ ഉള്ളത് ചുറ്റിക്കൊണ്ട് പെണ്ണുങ്ങളെ ഇളക്കാൻ പറയുന്ന തേജസ്സിന്റെ വസ്ത്രം വാരി ചുറ്റി. ഇന്ന് ചുമ്മാ മറിയ നീ കിടന്ന് തുള്ളാതെ, അവിടുന്ന് തേജോമയനാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മേഘാരൂഢനായി വരുന്നെന്ന് പറഞ്ഞാൽ മേഘത്തെ ഉടുത്തോണ്ട് വരിക എന്ന് തോന്നും, പക്ഷെ മേഘമല്ല എന്ന് പറഞ്ഞാൽ വെളിപ്പാട് 19-11 കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അവിടുന്ന് വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. സ്വർഗത്തിലെ സൈന്യം, ഇവിടുന്ന് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ പ്രതിഫലമെല്ലാം വാങ്ങി ആ വസ്ത്രമെല്ലാം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് ഒന്നിച്ചിങ്ങോട്ട് വരുന്ന വരവ് കണ്ടാൽ മേഘം ഉടുത്തോണ്ട് വരുന്നത് പോലെ തോന്നും. ശുദ്ധന്മാരെല്ലാം കൂടെ ഒന്നിച്ചുള്ള വരവാ. ദൈവത്തിന് മഹത്വം. അതാണ് മഹത്വ പ്രത്യക്ഷത. ആ പ്രത്യക്ഷതയെ പറ്റിയ ഈ 3-ാം അധ്യായത്തിൻ്റെ 13-ാം. അപ്പം ഈ ഇടയ്ക്കൊരു കാര്യം പറയാം. ഈ വെള്ളയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഈ വേദപുസ്തകം മൊത്തം പഠിച്ചേ. വെള്ളയ്ക്ക് ഈ സൈന്യം, ദൈവസഭ, വെള്ളക്കുതിരപ്പുറത്ത് അവിടെ നിന്നിരിക്കുന്നതും വെള്ളക്കുതിര. ഇത് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയാ, മൊത്തം വെള്ള. എന്നാൽ ഇതിന് എതിർവശമുണ്ട്, ക്രിസ്തുവിന്റെ മണവാട്ടി. അതിരിക്കുന്നത് വെള്ളക്കുതിരയല്ല, ഒരു ചുമന്ന മൃഗത്തിന്റെ. വായിച്ചേ മോളെ, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. ഒരു തള്ള ഒരു മൃഗത്തിന്റെ പുറത്തിരിക്കുന്നു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു കടും ചുമപ്പുള്ള ഒരു മൃഗം. വെളിപ്പാട് 19-17 വെള്ളക്കുതിര, ആ മൃഗം വെള്ളയാ. ഇവിടെ വായിക്കുന്നത് കടും ചുമപ്പുള്ളൊരു മൃഗം. വ്യത്യാസം കണ്ടോ? പിന്നെ കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും. അല്ലല്ല, അതിന്റെ മേളിലൊരു വാക്യം വിട്ടുപോയി. കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഞാൻ കണ്ടു. തള്ളയെ പറ്റി എന്നാ പറയാൻ? അപ്പൊ കടുംചുമപ്പ് നിറമുള്ളൊരു മൃഗത്തിന്റെ പുറത്ത് ഒരമ്മാമ ഇരിക്കുന്നു. മനസ്സിലാകാനാ ഞാൻ അമ്മാമ എന്ന് പറഞ്ഞു. അമ്മാമയ്ക്ക് വേറെങ്ങും ഇരിക്കാൻ. അപ്പൊ തള്ള കയറി ഒരു മൃഗത്തിന്റെ പുറത്തിരിക്കുക. മൃഗത്തിന്റെ കളറ് കടും ചുമപ്പ്. ഇനി തള്ളയുടെ കളർ വായിര്. വസ്ത്രം കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച്, അല്ല ഇവിടെ കേറ്റി ഒരു സ്ത്രീ. ആ സ്ത്രീ ധൂമ്രവർണ്ണവും. എന്നാ ഈ വിട്ട് വായിക്കുന്നത്? ഒന്നുകൂടെ ഒന്ന് വായിച്ചു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം. അപ്പം ഈ സ്ത്രീ കടും ചുമപ്പ് നിറമുള്ള വസ്ത്രം. മൃഗത്തിന്റെ കളറ് ചുമപ്പ്, തള്ള ധരിക്കുന്ന വസ്ത്രം ചുമപ്പ്. ഇനി തള്ളയുടെ ആടയാഭരണം. അടുത്ത വാക്യം വായിച്ചേ. പൊന്നും രത്നവും മുത്തും അണിഞ്ഞോള സ്ത്രീ പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ ആത്മീക വ്യഭിചാരം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അല്ലാതെ മറ്റാരോട് പ്രാർത്ഥിച്ചാലും അപേക്ഷിച്ചാലും മധ്യസ്ഥത വെച്ചാലും ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അത് ആത്മീക വ്യഭിചാരമാണ്. യേശുക്രിസ്തു മാത്രമായ ഏകദൈവം, അവിടുന്ന് മാത്രമാ സത്യദൈവം. ഈ സ്ത്രീ എതിർക്രിസ്തുവിന്റെ മണവാട്ടിയ. ലക്ഷണം ആ കടും ചുമപ്പ നിറമുള്ള മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന തള്ളയുടെ വസ്ത്രത്തിന് നിറോ ചുമപ്പ. കയ്യിലൊരു പാനപാത്രമുണ്ട്. അത് വായിച്ചു. തന്റെ വേശ്യാവൃത്തം മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം പിടിച്ചിരിക്കുന്നു.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, വിവരിക്കുന്നില്ല, ഈ സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം: എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. ലക്ഷണമാണ് ചുമന്ന മൃഗം, ചുമന്ന വസ്ത്രം, കാതിലും കഴുത്തിലും എല്ലാം എമ്പിടിയുണ്ട്, മുത്തും രത്നവും പൊന്നും. എന്നാൽ താൻ നോക്കിക്കേ, ദൈവസഭയുടെ വരവ് വെള്ള കുതിര, മൊത്തം വെള്ള. വ്യത്യാസം മനസ്സിലായോ? സ്തോത്രം. അപ്പൊ നമ്മളെ ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കാതും കഴുത്തുമില്ല കുറച്ച് സഹോദരിമാരുണ്ടല്ലോ, വേണ്ടാന്ന് വെച്ച് ഒരു കല്യാണ വീട്ടിൽ ചെന്നേ ഉടനെ ഇട്ടവരെല്ലാം, എല്ലാവരും അല്ല ചെല്ലുന്നു. ഉടനെ മറ്റേ പിള്ളേ പറഞ്ഞ് ബെന്തിക്കോസാണ്. പിന്നെ നമ്മളെ നോക്കണ്ട്. അപ്പൊ ലോകക്കാരുടെ മുമ്പിൽ നമുക്ക് ആക്ഷേപമാണ്. കാതിലുമില്ല, കഴുത്തിലുമില്ല, കെട്ടിയതാണോ വാഴിച്ചതാണോ എന്നൊന്നും തിട്ടവുമില്ല. എപ്പോഴും നമുക്ക് മാരിയ സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കാൻ പറ്റുമോ? അപ്പൊ ആക്ഷേപിക്കും. അങ്ങനെ ആക്ഷേപം സഹിച്ചു നിൽക്കുന്ന സഭയെ ചൂണ്ടിക്കൊണ്ട് സൈമൺ സാർ ഒരു വരി എഴുതി: കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, സുമുഖിയാമിവൾ കണ്ട ബഹുരമണി, സുമുഖിയാമിവൾ കണ്ട ബഹുരമണി. അമ്പയറൂജലം അമ്പരിങ്കാറ്റയിൽ, അമ്പരിങ്കാറ്റയിൽ അമ്പരെ വരുന്ന എന്തു മനോഹരം, അമ്പരെ വരുന്ന എന്തു മനോഹരം, അമ്പയറൂജലേ. ഒരിക്കൽ കൂടി കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാൻ വിഷയം തീർന്നത് കൊണ്ടല്ല, സമയം പോയത് കൊണ്ട് അങ്ങ് നിർത്തുക. ഇനി ദൈവം അനുവദിക്കുകയാണെങ്കിൽ എന്നാലും എവിടെ വെച്ചാലും കൂടാ. അതിൻ്റെ ഒരു മുഖവര പറയാനേ ഒത്തിട്ടുള്ളൂ. ഒറ്റ കാര്യം നമുക്ക് പറഞ്ഞാൽ, യേശു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചോണം. നിന്റെ ദുരിതവും പങ്കപ്പാടും കെടുതി മുഴുവൻ മാറും. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്തൊരു ശരീരം പ്രാപിക്കും. ഈ മന്മയമായ ശരീരം വിന്മയമായ ശരീരം പ്രാപിക്കും. ഈ ക്ഷീണവും രോഗവും താഴ്ചയുള്ള ഈ ശരീരം ഒരു പുത്തൻ ശരീരം പ്രാപിക്കും. കോടി കോടി വിശുദ്ധന്മാർ ആമേ കാഹളം ധനിക്കുമ്പോൾ ഉയർത്തി വരും. ജീവനോടിരിക്കുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ചൊരു പോക്കുണ്ട്. ആ പോക്കിനെ പറ്റി സങ്കീർത്തനക്കാരൻ പാടുക: ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു പോകുന്നത് പോലെ. ആ ഭാഗ്യപദവി പ്രാപിക്കണമെങ്കിൽ സ്നേഹിത സുഹൃത്ത്, നീ രക്ഷിക്കപ്പെടണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, ആത്മസ്നാനം പ്രാപിക്കണം. 4, കർക്കശമായി വേർപാട് പാലിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അമ്മ ഓടാനിരിക്കുക എന്നാ തോന്നുന്നത്. നമുക്ക് 2 ശീല പാട്ട് പാടിയ ചെങ്ങോടാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. 2 ശീലേ പാടുകൊള്ളു. നമ്മള് കർത്തൃമേശ കഴിഞ്ഞ് പാടുന്ന പാട്ട് പാടി 2 ശീല. ഇന്നും എന്നേക്കും ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. കരമുയർത്തി ഹല്ലേലൂയ.
എല്ലാവർക്കും ഇരിക്കാം. ആമേൻ. ഇത്രയും സമയം എന്നെ കേട്ട ബഹുമാന്യരായ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും നന്ദി. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും.